ഞങ്ങൾ പ്ലാൻ മാറ്റിട്ട് നേരെ ദർബാർ ഫുഡ് കോർട്ടേ വീട്ടിൽ പടക്കാന്ന് വെച്ചു. അവിടെ ചെക്കന് കുറച്ച് സാധനങ്ങളും മേടിച്ചു കൊടുക്കാം, നമുക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാം. ഇനി ഇതൊക്കെ കണ്ടാ മതിയായിരുന്നു. അവിടെ ചെന്നപ്പോ പിന്നെ നമുക്കറിയണ എല്ലാവരും ഉണ്ടായി. പൈസയൊക്കെ കൊടുക്കണേ. തൊട്ടപ്പുറത്തെ കടയിൽ കൂട്ടുകാരെ നിൽക്കണോണ്ട് അവൻ നമുക്ക് ബർത്ത്ഡേയുടെ പാട്ടൊക്കെ വെച്ചു. കണ്ടില്ലേ കേക്ക്? ഈ മോക്കം കണ്ടേ എനിക്കൊരു പ്രാക്കായിട്ട് തോന്നി. എല്ലാവരും കൂടി ചുറ്റി നിന്ന് കൈയടിച്ച് എന്തൊക്കെയോ പാടുന്നു. ആൾക്ക് എന്ത് ഉപകാരമുള്ള സംഭവം ആൾക്ക് മനസ്സിലായി ആ ചിരി. അപ്പൊ ഞങ്ങളുടെ തുമ്പ നിന്ന് 3 വയസ്സായിരിക്കാണ്. അറിയാത്ത കുട്ടി എങ്ങനെയാ കേക്ക് എടുത്ത് മുറിക്കുക. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ തന്നെ മുറിച്ചങ്ങോട്ട് വായിൽ വെച്ച് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് തേണി കൂട്ടുകൂടണേ. ഇതൊരു പെട്ടെന്ന് ഉണ്ടായി തീരുമാനം. ഇതുകൊണ്ട് നമ്മളെല്ലാ കേക്കും കട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു. അത് കൊടുത്തപ്പോ കുറെ പേര് വന്ന് തുമ്പന്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയണ്ടേ. നമ്മളാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഷോപ്പിലുള്ള ആൾക്കാർക്കും കൊടുത്തു. എന്റെ ബർത്ത്ഡേ എന്ന് വിചാരിച്ച് ബായ് ഇത് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. മാപ്പിളിൽ പോയപ്പോ ദീപ്രോദേ തുമ്പന് ഒരു മിഠായി തന്നു. എല്ലാവർക്കും കേക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോ രണ്ടാനെ പോണു. ഇന്ന് കിട്ടായി പൂരം പോലെയൊക്കെ പറ്റും. അവിടെ വന്നിന്ന് ഒരുപാട് പേര് വന്നിട്ട് തുമ്പനോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു പോകണം. ആൾക്കാണെങ്കിൽ ഇന്ന് കുറെ മിഠായും കിട്ടി, കുറെ കേക്കും കിട്ടി. എന്തായാലും തുമ്പന് ഹാപ്പിയാണ്. കൂടെ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ദിജില് ഗിഫ്റ്റ് കൊടുത്തയച്ചാണ് ഇൻവെസിബിൾ ബാൻ. അതൊക്കെ തുമ്പൻ അങ്ങോട്ട് മനസ്സിലായിക്കോളും. പക്ഷേ ഈ സാധനം ഇപ്പോഴും കാണുമ്പോൾ നൊസ്റ്റു. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ച് കിടന്നുറങ്ങും. എന്തായാലും തുമ്പന് ഒരു അടിപൊളി പിറന്നാളാക്കി കൊടുത്തിട്ടുണ്ട്.